ശരണ്ടി സർ. ആ കുട്ടിയെ കണ്ടില്ലേ? ആ കുട്ടി സാർ വായടച്ച് വെക്കാറില്ല സാർ. അവള് ജീവിക്കുന്നതിന് എന്തിനാന്നറിയില്ല സാർ. ഒരു ജോലിയും ചെയ്യില്ല സാർ. എപ്പോ നോക്കിയാലും സംസാരം. ആണോ? ഒരു കാര്യം ചെയ്യേ, ആ കുട്ടിയെ വേറെ ടീമിലേക്ക് അയക്കേ. അതായത് ഈ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾ മാറ്റിക്കളഞ്ഞേക്ക്. ട്രാൻസ്ഫർ എന്ന് വെച്ചാ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ തന്നെ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. എന്തിനാ എന്ന് ചോദിച്ചേ. എന്തിനാ? അതെനിക്കും അറിയില്ല. അതുകൊണ്ട് നീ എനിക്ക് ഒരു ഡീറ്റെയിലും തരേണ്ട കാര്യമില്ല. അവളെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞേക്ക്, ബാക്കി കാര്യം ഞാൻ പറയാം. സാർ എങ്ങോട്ട് സാറേ ട്രാൻസ്ഫർ ചെയ്യണ്ടേ? ഏത് ടീമിലാണോ പ്ലേയേഴ്സ് കുറവുള്ളത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യടാ. മാനേജറാണ് അത്ര. മാനേജർ 12th മാൻ ആവാനുള്ള യോഗ്യത പോലും ഇല്ലല്ലോ. ഇതൊക്കെ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് രാമായണൊക്കെ അറിയാം. അപ്പൊ രാമനെ സീതനെ അറിയാതിരിക്കോ? മണവാട്ടി എന്താണെന്ന് ചോദിച്ചാ ദൈവത്തിന് മുമ്പിൽ കൊണ്ട് ഇരുത്തുവാണോ മുത്തശ്ശി? നിനക്കത് മനസ്സിലാവണ്ടേ? അതിനു വേണ്ടിയാ. ഇപ്പോ സീത രാമന്റെ ആരാണെന്ന്? ഭാര്യ. ഞാൻ മുത്തശ്ശന്റെ ആരാ? ഭാര്യ തന്നെ. അതുപോലെ കല്യാണം കഴിക്കുമ്പോ ഞാനും മണവാട്ടിയായിരുന്നു, മുത്തശ്ശൻ മണവാളനും ആയിരുന്നു. അതായത് സീതമ്മയെ പോലെ ഒരുക്കിയിരുന്നോ? എന്നെ അന്ന് കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നറിയോ? ഇപ്പോഴും നിങ്ങള് സൂപ്പർ തന്നെയാ. ഒരുക്കി കഴിഞ്ഞ കല്യാണം നടക്കുമോ മുത്തശ്ശി? ഒരുങ്ങിക്കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ പോലെ അല്ല മോളെ. ചെറുക്കനും പെണ്ണും ചേർന്ന് മണ്ഡപത്തിൽ ഇരുന്ന് ചെറുക്കൻ പെണ്ണിനെ താലി കെട്ടിയതിന് ശേഷം കല്യാണം കഴിയുന്നേ. സിനിമകളിലൊക്കെ കാണാറില്ലേ, അതുപോലെയാണോ? അങ്ങനെ ഞാൻ ഇതുവരെ കല്യാണം കണ്ടിട്ടില്ല. ടിവിയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. സീതമ്മയുടെ കല്യാണം അങ്ങനെയായിരുന്നോ? അച്ഛനും പിന്നെ സീതമ്മയും അടുത്തടുത്താണോ ഇരുന്നത്? അത് തന്നെ മോളെ. എനിക്ക് സീതമ്മയുടെ കല്യാണം കാണാൻ കൊതിയാകുന്നുണ്ട്. നിന്റെ നാക്ക് പൊന്നാവട്ടെ മോളെ. മുത്തശ്ശി, ശ്രേയസിന്റെ വീട്ടില് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഞാനും കൂടട്ടെ? എല്ലാവരെയും കൂട്ടി ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാലോ. ശരി മോളെ, സീതമ്മ വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. പക്ഷേ ഞാൻ തന്നെ പരിപാടി തുടങ്ങാം. രാമസീതമാരെ വെച്ച് വേണ്ടേ പരിപാടി തുടങ്ങാൻ? ഹേയ് പ്രിയ, വാവ്, നിന്റെ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. വാ, ഒരു ഫോട്ടോ എടുത്താലോ? എത്ര ഫോട്ടോ അടി എടുക്കുന്നേ?
എടി എന്റെ ഫ്രണ്ടിന്റെ കമ്പനിയിലെ അവർക്ക് എല്ലാ ദിവസവും ഓരോ കളർ കോഡാ ഉള്ളത്. അവള് ഡെയിലി സ്റ്റാറ്റസ് ഇടും. കണ്ടോ, ഇന്ന് ഞാനും ഇടും. ബാ. നീ ഇങ്ങോട്ട് വാടി. മതി, ഇനി നിങ്ങൾ എടുത്തോ. ശരി. ഹായ് സർ. ഹായ്. ഹായ്. ജോലി ചെയ്യാത്ത എല്ലാരും വെറുതെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാണെന്ന് തോന്നുന്നുണ്ടോ? ഹേയ് ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. യൂഷ്വലി ബോസുമാർക്ക് എംപ്ലോയീസ് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അത് ബോസ് ആയവർക്കല്ലേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ ബോസ് അല്ലേ? അതെ, ബോസ് പോലെ. ബോസിനെ പോലെ? ഓ, നിങ്ങൾ ഞങ്ങളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടല്ലേ പെരുമാറുന്നേ, അതുകൊണ്ടാണോ? യാ. നിങ്ങളുടെ സ്മൈൽ നല്ല ഭംഗിയുണ്ട്. ഐ മീൻ, ഈ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ട്. യൂഷ്വലി നിങ്ങൾ ഫോർമൽസിലും സ്യൂട്ട്സിലും അല്ലേ കാണാറുള്ളത്. ഫസ്റ്റ് ടൈമാ കുർത്തിയിട്ട് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. തനിക്കും. ബട്ട് ഡ്രസ് കുർത്തിയല്ലല്ലോ. ആഘോഷമാകുമ്പോ എല്ലാവർക്കും എന്തിനാണെന്ന് അറിയില്ല. ഒരുതരം ഹാപ്പിനെസ്, ഒരുതരം സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാൻ എന്ത് സന്തോഷ. ലൈഫിൽ എക്സ്ട്രാ വേറെ ഒന്നും ആവശ്യമില്ല. എനിക്കിതൊക്കെ നമ്മൾ ബിസിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള നാടകമാണെന്ന് തോന്നുന്നു. മുഖത്ത് മനോഹരമായ ചെറുപുഞ്ചിരി, മനസ്സിനകത്ത് സമാധാനം, സദാ സന്തോഷം, അതാ ജീവിതം അല്ലേ? സർ, ഹാ, ഇത്രയും നാൾ ഈ നാട്ടില് എന്റേതെന്ന് കരുതാൻ ആരും ഇല്ലെന്നാ വിചാരിച്ചേ. ബട്ട് ഫസ്റ്റ് ടൈം അങ്ങനെ തോന്നുന്നേയില്ല. ഐ മീൻ, ഇപ്പോഴല്ലേ PG വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്, അതുകൊണ്ട് ജസ്റ്റ് പറയണം തോന്നി. കൺഗ്രാറ്റ്സ്. താങ്ക് യു. സന്തോഷ്. എല്ലാരും വന്നിട്ടുണ്ടല്ലോ. പൂജ നമുക്ക് തുടങ്ങിയാലോ? റാം, സർ, സീത ഇതുവരെ എത്തിയില്ലല്ലോ. അത് സാറല്ലേ ഇപ്പൊ എന്നോട് ചോദിച്ചത് എല്ലാരും വന്നില്ലേന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കേ. രാമയ്യ, ഇന്ന് നിന്റെ ഫ്രണ്ട് വരില്ലെന്ന് തോന്നുന്നു. കുട്ടിയുടെ യൂണിഫോം അലക്കണം, സദ്യ ഉണ്ടാക്കാനൊക്കെ മുത്തശ്ശിയെ സഹായിക്കണം, അടുത്തുള്ള ആളുകളെയൊക്കെ പൂജയ്ക്ക് ക്ഷണിക്കണം. അതുകൊണ്ട് ഇന്ന് എന്തായാലും വരില്ല. ഓക്കെ, ഒന്ന് വിളിച്ചു നോക്കാം ഇന്ന് വരുന്നുണ്ടോ ഇല്ലയോന്ന്. എന്റെ ഇൻഡ്യൂഷൻ അനുസരിച്ച് അയാൾ എന്തായാലും വരും. ഏയ്, നീ എന്താ വല്ല ജോത്സ്യനോ ആണോ? ഞാൻ പറയുന്നു ഇന്ന് എന്തായാലും വരില്ല. വന്നിരിക്കും. അതെ, സീത വന്നല്ലോ. ഹേയ്, എങ്ങനെയാടാ നീ പറഞ്ഞത് ഇത്രയ്ക്ക് കറക്റ്റ് ആയത്? കോർക്കുമൊരു നോട്ടം പോലും തഴുകിടും സ്നേഹമായി. പഴയൊരോർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി. ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ. ഇരു
ശ്വാസവും ചേർന്നൊരേ ഈണമായി നാം മാറവേ ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ പ്രണയതന്ത്രി മീട്ടുവാനിൻ പ്രാണനിൽ സീതാരാമ ഓ സീതാരാമ പ്രണയതന്ത്രി മീട്ടുവാനിൻ പ്രാണനിൽ സീതാരാമ ഓ സീതാരാമ. ഹാപ്പി ദസറ. ഹാപ്പി ദസറ. സോറി സർ, എത്ര ഇത്തിരി വൈകിപ്പോയി. ഹാപ്പി ദസറ സർ. സെയിം ടു യു. ഹായ്. സുന്ദരി കുട്ടിയായിട്ടുണ്ട് കാണാൻ. എടാ ഹലോ പ്രഭു. എടാ സീതയെ സാരി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ലവായോടാ? എനിക്കെന്റെ ഉത്തരം കിട്ടി. ഇനി നീ നിന്റെ ഹൃദയം ഒന്ന് ഓപ്പൺ ആക്ക്. സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് ഒരു ഭാര്യ വരണം എന്നാണ് പറയാറുള്ളത്. എനിക്കുള്ളത് ഒരേ ഒരു ഭാര്യ, എൻ്റെ ഭാര്യ മിസ്സിസ് ഭാർഗവി ദേവി. അവള് തന്നെ എന്നെ വിളിച്ചിട്ട് ബബ എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ തന്നെ ഫോൺ ചെയ്ത് പറയുന്നത് നല്ലത്. ഹലോ. ഹായ്, ഇതെന്താ ഭാർഗവി ഫസ്റ്റ് റിങ്ങിൽ തന്നെ ഫോൺ എടുത്തല്ലോ? കാര്യം എന്താന്ന് പറ. ഈ വിശ്വ കാര്യമില്ലാതെ ഫോൺ ചെയ്യില്ലല്ലോ. നോക്ക്, നീ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നീ പറഞ്ഞ ജോലിയൊക്കെ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. നീ അത് ആലോചിക്കേ വേണ്ട. എന്ന് വെച്ച അവളെ, അതായത് അവളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നോക്ക്, ഇന്നിവിടെ പരിപാടി ആയതുകൊണ്ട് ഞാൻ വളരെ ബിസി ആയിരിക്കും. സോ നീ വിളിക്കുമ്പോഴൊക്കെ എന്നെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഡോണ്ട് വറി ഭാർഗവ്, ബി ഹാപ്പി. സിൽ ബൈ. ഔ അപ്പാ. ഹായ് ബേബി. ഓ സോറി 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 സോറി, ഐ എം ഓൺ ദി വേ. ഞാൻ വന്നുകൊണ്ടിരിക്കാണ്. പോം. ശബ്ദം കേൾക്കുന്നില്ലേ? ഇന്ന് മുഴുവൻ ഫ്രീയാ. ഇന്ന് കൂടെ തന്നെ കാണും. ഡെഫിനറ്റ്ലി. എപ്പോഴും നമ്മൾ കൂടാറില്ലേ, അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ. പോം. വാ, വണ്ടി ഒന്ന് മാറ്റിക്കാം അങ്ങോട്ട്. ബൈ. മിസ്റ്റർ റാം. സർ, മുത്തശ്ശൻ വന്നിട്ടുണ്ട്. ആണോ? എത്രയും പെട്ടെന്ന് സമ്മതിച്ചോ. വരുമ്പോ തന്നെ ഗുഡ് ന്യൂസ് കൊടുക്കുക. എന്ത് സമ്മതിക്കാനാ? That you love Seed. നിനക്കെന്താ ബോധമില്ലേ?
എനിക്കല്ല, നിന്റെ മുഖം കണ്ടാ മനസ്സിലാവും. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാടാ. ആയിക്കോട്ടെ, നിനക്കെങ്ങനെ ലവും പ്രേമവും ഇല്ലെങ്കിൽ പോയി സീതയോട് സംസാരിക്കേ. ആ ഞാൻ സംസാരിക്കും. എന്ന് സംസാരിക്കുന്നല്ലേ? എന്ന് സംസാരിക്കുന്നത് വേറെ, ഇന്ന് സംസാരിക്കുന്നത് വേറെ. സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറ, നോക്കട്ടെ. അതിനിപ്പോ എന്താ, ഞാൻ പറയും. അത്ര എളുപ്പല്ലടാ, ട്രൈ ചെയ്ത് നോക്ക്. നീ ഇനി അഥവാ സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാ നിനക്ക് അവളോട് ഒരു ഇമോഷനും ഇല്ലെന്ന അർത്ഥം. അഥവാ പറയാൻ പറ്റുന്നില്ലെങ്കില് നമസ്കാരം. നമസ്കാരം. മുത്തശ്ശ, ലുക്കിംഗ് ഗുഡ്. അവനെവിടെയാടാ? ചേട്ടൻ ഇപ്പോ വേറെ മൂഡില്ല. വന്നേ. നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ദസറ ദിന ആശംസകൾ നേരുക. എന്താ പൂജയെ കഴിഞ്ഞോ? കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങളെ കാത്തിരിക്കായിരുന്നു. ഓ, മിസ്റ്റർ റാം, എന്തൊക്കെയാ വിശേഷം? സുഖമാണ് മുത്തശ്ശ. ഐ എം ഫൈൻ സർ. ഹാപ്പി ദസറ സർ. ചിരിച്ചുകൊണ്ട് പറയടാ. എനിക്ക് കുറെ ദിവസമായിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു. അത് ഇന്നത്തെ ദിവസം സാധ്യമായി. നിങ്ങളുടെയൊക്കെ ഡെഡ് ലൈൻസും ടെൻഷൻസും ഒക്കെ മാറ്റിവെച്ച് പൂജ ചെയ്യേ. ദേവി പൂജ എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ മനസ്സിനൊരു സുഖമൊക്കെ കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ശുഭവാർത്ത പറയാൻ പോവുക. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ റിട്ടേൺസ് എല്ലാം കൂടിയിട്ടുണ്ട്. അത് സാധ്യമായതും അതിൻ്റെയൊക്കെ കാരണം നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാ. അപ്പോ നിങ്ങളുടെ ശമ്പളത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവണ്ടേ? അതുകൊണ്ട് ഈ മാസം മുതല് നിങ്ങളുടെ എല്ലാവരുടെയും ശമ്പളം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വർദ്ധിപ്പിക്കുന്നതാണ്. എന്താണ് രാമ, എല്ലാവരും സാലറി വർദ്ധിപ്പിച്ചാൽ സന്തോഷമായിട്ട് നിൽക്കുമ്പോ നിനക്ക് മാത്രം ഒരു സന്തോഷമില്ല? എന്ത് പറ്റി? ആറ്റിറ്റ്യൂഡ് പിടിച്ച് നിൽക്കുകയാണല്ലോ. എനിക്ക് സന്തോഷമായി സാർ. ഒന്ന് ചിരിച്ചുകൊണ്ട് പറയടാ. ഐ എം വെരി ഹാപ്പി സർ. സർ, അവൻ വന്നപ്പോ തൊട്ട് അങ്ങനെയായിരുന്നു സർ. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല സർ. ഞാൻ നോർമലായിരുന്നു. പൂജ തുടങ്ങിയാലോ? സീത, എന്നാ നീ തന്നെ തുടങ്ങിക്കോ. ഞാനോ? അതേ മോളെ, ഞങ്ങൾ എല്ലാരേക്കാളും നീയല്ലേ ട്രഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നേ. നീ തന്നെ ചെയ്തു. വാ മോളെ, ചെയ്യേ. ഓക്കെ സർ. പരിപാലകയേ ശ്രീ മഹാലക്ഷ്മി, പരിപാലികയേ ശ്രീ മഹാലക്ഷ്മി, ലളിതാംഗി ശുഭേ ശ്രീ മഹാലക്ഷ്മി, പരിപാലകയേ ശ്രീ മഹാലക്ഷ്മി. സൂരി, ആരതി ഒഴിഞ്ഞു കഴിഞ്ഞില്ലേ? നടക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് കാര്യം? നോട്ടൊക്കെ അങ്ങോട്ട് ചെല്ലു. ആരതി എടുത്തോളൂ റാം.
Do you love me?